ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1624. ഇന്ന് ജൂൺ മാസം 11-ാം തീയതി 163-ാമത്തെ ദിവസത്തിലെത്തി. എല്ലാവരും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളിലും ഇടപെടലുകളിലും എനിക്കെന്താണ് ലാഭമായി കിട്ടുക, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടാണ്, അങ്ങനെ ചില വിഭവങ്ങളൊക്കെ പ്രതിഫലമായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടും വിശ്വസിച്ചിട്ടുമാണ് പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുന്നത് പോലും. ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളിലും എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, എന്റെ വിഹിതം എന്താണ് എന്ന് എല്ലാരും വലിയ ആകാംക്ഷയിലാണ്. ആകാംക്ഷയിലും അപ്പുറത്ത് വലിയ ആർത്തിയിലാണ്. അതിപ്പോ ദാമ്പത്യമായാലും ഭൂമിയിലെ എല്ലാ നല്ല ബന്ധങ്ങളെയും എടുത്ത് സൗഹൃദങ്ങളാവട്ടെ, ഗുരുശിഷ്യ ബന്ധമാവട്ടെ, വൈദിക വിശ്വാസി ബന്ധമാവട്ടെ, സമസ്ത മേഖലകളിലും എനിക്ക് എന്ത് കിട്ടുമെന്നാണ്. ക്രിസ്തുയേശു പക്ഷേ പഠിപ്പിക്കാൻ ശ്രമിച്ചതും മാതൃകയായി കാട്ടിത്തന്നതുമൊക്കെ എനിക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റുമെന്നാണ്. കുറച്ച് വിശ്വാസമുണ്ടെന്നല്ല, നല്ല വ്യത്യാസമുണ്ട് ഇതിനകത്ത് കേട്ടോ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തില് നമ്മുടെ പ്രിയപ്പെട്ട പത്രോസ് ശ്ലീഹായുടെ നല്ലൊരു ചോദ്യമുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് കൂടിയാണ് പത്രോസ് അങ്ങനെ എടുത്തിയാടി ചോദിക്കുന്നത്. കർത്താവിനോട് ചോദിച്ചതാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചില്ലേ? നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെട്ടു. ഒടുവിൽ ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? നല്ലൊരു ചോദ്യമാണ്. ഭൂമിയിലെ ഏതാണ്ട് എല്ലാ മനുഷ്യരുടെയും ഉത്തമ പ്രതിനിധിയായിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? യേശുവിന്റെ മറുപടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വായിക്കുന്ന നല്ലതാണ്. പിന്നീട് യേശുവിന്റെ ഉയർപ്പിനും ശേഷം പരിശുദ്ധാത്മാവിന്റെ ഒരു ആശീർവാദവും പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഗ്രഹവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല, വിഭവങ്ങളൊക്കെ ശേഖരിക്കണമെന്ന ആഗ്രഹമൊക്കെ നഷ്ടപ്പെടുത്തിയെന്ന വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഞങ്ങളില് ഒരു കാര്യം മാത്രം നിറഞ്ഞുണ്ട്, യേശുവാണ്, യേശുവിന്റെ വചനമാണ്. ഈ ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷനാണ്, രൂപാന്തരീകരണം എന്നൊക്കെ പറയാമല്ലേ. ഞങ്ങൾക്ക് ഇടപാടില് എന്ത് കിട്ടുമെന്ന് കരുതി ഭൂമിയിലെ ഒത്തിരി ബന്ധങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന ഓരോരുത്തരും എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണ്ടേ? നൽകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നമ്മളിലേക്ക് ദൈവം തരുമപ്പോ ദൈവം തരുന്നതിൽ നിന്ന് നമുക്ക് നൽകാനായിട്ട് മനസ്സുണ്ടാവണം. അങ്ങനെ ഒരു മനസ്സുണ്ടാക്കിയെടുക്കണ്ടേ? മറിച്ച് എല്ലായിടത്തു നിന്നും കിട്ടാൻ വേണ്ടി, ശേഖരിക്കാൻ വേണ്ടി മാത്രം നമ്മളിങ്ങനെ ആഗ്രഹത്തോടും ആർത്തിയോടും ഇരിക്കുന്നത് ക്രിസ്തുവിന് നിരക്കാത്തൊരു ജീവിതമാണ്. വാങ്ങുന്നതിനേക്കാളും ശരിക്കും കൊടുക്കുന്നവരായി മാറാനായിട്ട് നമുക്ക് കൃപ ലഭിക്കണം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ.